ദൈവജനമേ, പരിശുദ്ധാത്മ ശക്തി ഉപയോഗിച്ചിട്ടാണ് കർത്താവായ യേശു തൻ്റെ പരസ്യ ജീവിതകാലത്തെ എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. അവിടുത്തെ ഓരോ വചനവും ആത്മാവ് നിറഞ്ഞതുമായിരുന്നു. കർത്താവായ യേശു ദൈവരാജ്യ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ. സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയുക പരിശുദ്ധാത്മ ശക്തിക്ക് മാത്രമാണെന്ന് അതിനാൽ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ഈ സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു പലതവണ. സാത്താനെ പരാജയപ്പെടുത്തേണ്ടത് അവനെ പ്രസാദിപ്പിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് വിഡിതമാണ്. ബൈബിൾ പറയുന്നു, സാത്താനെ പ്രസാദിപ്പിക്കുന്നവർ സാത്താൻ്റെ അടിമകളാണ്. നശിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ യഥാർത്ഥ സ്വഭാവം. അതിനാൽ സാത്താൻ്റെ അടിമയായി തീരുന്നവർ നശിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. സാത്താൻ്റെ വ്യത്യസ്തങ്ങളായ ആക്രമണങ്ങൾ കൊണ്ട് വിവിധതരം പീഡ അനുഭവിക്കുന്നവരാണ് നാമൊക്കെ. ഒരു തളർവാദ രോഗിയോട് കർത്താവായ യേശു പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. തൽക്ഷണം ആ രോഗി സുഖപ്പെട്ടു. പാപത്തിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. പാപത്തിലായിരിക്കുന്ന വ്യക്തി സാത്താൻ്റെ അടിമയുമാണ്. യേശു പാപം മോചിച്ചപ്പോൾ സാത്താൻ്റെ ശക്തി വിട്ടുപോയി എന്ന് മാത്രമല്ല, രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു. സാത്താൻ്റെ ശക്തി നമ്മിൽ വിവിധ തരത്തിൽ ഭരണം നടത്തുന്നു. സാത്താനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കിക്കളയുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞേ മതിയാവൂ. സഹോദരങ്ങളെ, ഇവർക്ക് അനേകായിരങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവുമില്ല. സ്നേഹിക്കുവാനും സന്തോഷിക്കുവാനും സാധിക്കുന്നില്ല. ശ്രമിച്ചാലും സാധിക്കുന്നില്ല. സമാധാനം തീരെയില്ല. പഴിചാരൽ, പഴി പറയൽ, സമാധാനം കണ്ടെത്താത്ത അവസ്ഥ, മറ്റുള്ളവരിൽ നാം അറിയാണ്ട് കുറ്റപ്പെടുത്തി പോകുന്ന അവസ്ഥ, നമ്മളുടെ ഉള്ളിലെ വേദനകളും നമ്മുടെ ഉള്ളിലെ മുറിവുകളും അത്ര കണ്ട് നീറുന്ന അവസ്ഥയിൽ തുടരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് വസിക്കാനോ പരിശുദ്ധാത്മാവ് വഴി അവിടെ ഹീലിംഗ് സംഭവിക്കാനോ നാമായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളത് സഹോദരങ്ങളെ തിരിച്ചറിയാം. ഒരു പൈശാചിക പീഡ പോലെ നമ്മുടെ ഹൃദയം ചിന്തകളാൽ കലുഷിതമല്ലേ? ഈ തിന്മയുടെ ശക്തികളെ നീക്കിക്കളയുവാൻ നാം പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഗലാത്യർ 5:22 പറയുന്നു, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥായിയായി പെർമനൻ്റായി നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്നവരാണ്. പിശാച് നമ്മെ ഭയന്ന് ഓടി ഒളിച്ചു കഴിഞ്ഞു എന്ന്. നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു തുളുമ്പി മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ അപ്പമായി മുറിച്ച് നൽകാം.